ഇന്നത്തെ നമ്മുടെ ജോലി എന്ന് പറയുമ്പം കുടംപുളി നന്നാക്കലാണ്. അപ്പം നമുക്ക് കുറച്ച് കുടംപുളി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടിയിട്ട് ഈ ജോലി ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ നന്ദുവാണ്. അപ്പോൾ നന്ദു ഈ ജോലിയൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ആളാണെന്നാണ് പറയുന്നത്. അപ്പോൾ നന്ദു ഈ ജോലി എത്ര ഇതാണെങ്കിലും എത്ര സമയം എടുത്താണെങ്കിലും നന്ദു ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ ദൗത്യം അമ്മയുടെ കയ്യിൽ നിന്നും നന്ദു ഏറ്റെടുത്തു. അപ്പോൾ നന്ദു പറയുന്നതെന്ന് പറയുമ്പോൾ അവൾ വീട്ടിലും ഇതേപോലെയൊക്കെ ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, ഇതിൽ കൂടുതലൊക്കെ ഉള്ള വീട്ടിലൊക്കെ സ്വയം ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. നമുക്ക് ഒത്തിരി ഒന്നുമില്ല, നമുക്ക് കുറച്ച് മാത്രമേ ഉള്ളൂ, നമുക്ക് കിട്ടിയ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് നന്ദുവിനെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സ്കിൽഡ് ആയിട്ടുള്ള നന്ദു തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഇരുന്നാണ് ചെയ്യുന്നത്. ആദ്യമേ കുറച്ച് സമയം നേരെ ഇരുന്നു, ഇനിയിപ്പാണ്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ചെയ്ത് ആ സ്കിൽഡിൻ്റെ കഴിവ് ഇങ്ങനെ വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദു കിട്ടിയ ജോലിയിൽ എങ്ങനെ സന്തുഷ്ടയാണോ? ഇതിനകത്ത് ഇപ്പം കുറ്റബോധം തോന്നുന്നുണ്ടോ ജോലി ഏറ്റെടുത്തതിൽ? ക്ഷീണം വല്ലതും ഉണ്ടോ? കഞ്ഞി വല്ലതും വേണോ കുടിക്കാൻ? അല്ല, ക്ഷീണം മാറ്റാൻ. നമുക്കിത് ഏകദേശം എത്ര മണിക്കകത്ത് ഈ ജോലി ചെയ്യും? അരമണിക്കൂറ്. ഓക്കെ, അരമണിക്കൂറിനേക്കാൾ മുമ്പ് തീർക്കുമെന്നാണ് നന്ദു പറഞ്ഞിരിക്കുന്നത്. കാരണം നമുക്ക് നോക്കാം നന്ദു പറഞ്ഞു വിട്ട് അരമണിക്കൂറിനകത്ത് നന്ദു ചെയ്ത് തീർക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഇത് പറഞ്ഞ ടൈമിൽ തന്നെ ഓൺ ടൈമിൽ എല്ലാം ചെയ്ത് പറഞ്ഞ സമയത്തിന് മുന്നേ തന്നെ ചെയ്ത് തീർത്തിട്ട് ആ ഒരു നോട്ടമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ജോലിയിൽ ആത്മാർത്ഥതയുള്ള നന്ദു ജോലിയൊക്കെ പക്കയായിട്ട് ചെയ്ത് തീർത്തു. ഇനി കുറച്ചുള്ളത് പച്ചയാണ്, അതിപ്പോൾ നമുക്ക് ഇപ്പം തൽക്കാൻ ചെയ്യുന്നില്ല. ഇത്രയാണ് നമുക്കിപ്പോൾ പൊളിച്ചെടുത്തത്. നന്ദു, എങ്ങനെയുണ്ട് ജോലി കഴിഞ്ഞപ്പോൾ ഒരു എക്സ്പീരിയൻസ്? ഓഹോ, കൃഷിക്കാരൻ്റെ മോളാണ്, പിന്നെ തൃശ്ശൂരുകാരിയാണ്. അപ്പം അതിൻ്റെ പവറല്ലേ നിങ്ങൾക്കിതൊന്നും? ഓ, തൃശ്ശൂരിക്കാർ ഭയങ്കര സ്മാർട്ടാണ് അല്ലേ?